ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമര രാവിലെ തന്നെ പണിസ്ഥലത്ത് കാര്യങ്ങളൊക്കെ പോയി, പണിക്കാരൊക്കെ ഫുള്ള് സൈറ്റിലൊക്കെ പറഞ്ഞാച്ച്, പിന്നെ ധ്യാനസ്വം സ്കൂളിൽ പറഞ്ഞാച്ച്, അമ്മ തൊഴിലുറപ്പിന് പോയി, അച്ഛൻ പണിക്ക് പോയി, പിന്നെ ഞാനും ജിത്തു മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ പണിക്കാരെയൊക്കെ പറഞ്ഞാച്ച് അവിടെ നിന്ന് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പൊറാട്ട വേണം, പിന്നെ അയിലമുള മഷ്റൂം വേണം. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുത്തെ അയിലമുള മഷ്റൂം പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ എല്ലാ മുളകിട്ട കറിക്കും ഭയങ്കര എരിവായിരിക്കും, പക്ഷെ ഇവിടെ നമുക്ക് എരിവ് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇതൊരു ചെറിയൊരു ഒരു മധുരം പോലെ ഉണ്ടാവും അല്ലേ? തേങ്ങ അരച്ച് ചേർത്തില്ല, അതിന്റെ ഒരു മധുരം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നാവിലിങ്ങനെ വെള്ളം ഊരുന്നുണ്ട്. അത് കഴിച്ചിട്ടും പിന്നെ മുളസിന്റെ കാര്യം പറയുമ്പോൾ നാവില് വെള്ളം ഊരുന്നേ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പൊറാട്ടയും വൈര മുളസിനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത കിച്ചൺ ഡ്യൂട്ടി ആരംഭിക്കണം. അതുപോലെ കേരളോത്സവത്തിന് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു സംഭവം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഷോർട്ട് പുട്ട് എറിയലിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഒരു 1.5 കിലോ ഉള്ള കല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് ഭയങ്കര ഏറായിരുന്നു ഇത്ര നേരം ഇവിടെ. അപ്പൊ ഞാനില്ലാത്തതുകൊണ്ട് അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഇനി എറിയുന്നുണ്ടാ കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പം രാവിലെ കുറച്ചു നേരം, വൈകുന്നേരം നീ ഉണ്ടാവാ? വൈകുന്നേരം ഡാൻസിന് പോകും. വൈകുന്നേരം അല്ല, ഉച്ചയ്ക്ക് ശേഷം ഡാൻസിന് പോകുന്നുണ്ട്. അപ്പത്തേക്കും ചോറും കറിയും എല്ലാം ആക്കണം. ഇപ്പൊ സമയം കിട്ടുന്നില്ല, അമ്മേനൊന്നും വിളിക്കാൻ സമയം കിട്ടുന്നില്ല. 5:30 മുതൽ 9 മണി വരെ പ്രാക്ടീസ്. 9:00 8:30 വരെ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 9 മണിയാവും. അതുകൊണ്ട് പിന്നെ കാലുവേദന എല്ലായതുകൊണ്ട് ക്ഷീണം പിടിച്ചിട്ട് അന്നേരം കയറി കിടക്കും. പിന്നെ രാവിലെ എണീറ്റ് ധ്യാനസിനെ വിട്ട് ചോറും കറി എല്ലാം ആക്കുമ്പോഴത്തേക്കും പിന്നെ രാവിലത്തെ പ്രാക്ടീസിന്റെ സമയം. രാവിലെ ഒരു 11:30 നമുക്കെല്ലാം വരില്ലേ? 12 മണി. ഇന്ന് അധികമായി. ഇന്നും നാളെയും മറ്റന്നാളും ഫുൾ ഡേ പ്രാക്ടീസ്. മറ്റന്നാള് സ്പോർട്സ്, മറ്റേതാണ് സ്പോർട്സ്. അപ്പൊ മറ്റന്നാള് ഞങ്ങൾക്ക് ഡാൻസിനുള്ള 3 ആള് സ്പോർട്സിനുണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ഉണ്ടാവില്ല, ഫുൾ ഡേ പ്രാക്ടീസാ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നിറഞ്ഞ. പിന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. ഇന്നലെ എന്ത് വെക്കും ആലോചിച്ചിട്ട് രാവിലെ തന്നെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തോ? ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യണ്ട, ചേമ്പുണ്ടായിരുന്നു, ചേമ്പും മോരും കറി വെക്കാം. അപ്പൊ അതിന് കറിയായി, അറിയാക്കണം. അപ്പൊ കറിക്കുള്ള സെലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയാ, നേരത്തെ താഴത്തുനിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ നോക്കാൻ നിൽക്കില്ല. അപ്പോഴത്തേക്ക് സമയത്ത് ജിത്യക്ക് ഒരു ഫോൺ വന്നിട്ടാ പഞ്ചായത്തിൽ നിന്ന്. അതായത് കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജിത്യ വയനാട് ജില്ലയിൽ നിന്നാണ്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ കഴിഞ്ഞ വർഷം ഞങ്ങൾ പങ്കെടുത്തില്ല, അതിന്റെ മുന്നത്തെ വർഷം ഞങ്ങൾ പങ്കെടുത്തില്ല എന്ന്. അന്നേരം പറഞ്ഞിങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമെന്ന് പറഞ്ഞല്ലേ. അന്നേരം പിന്നെ ആ ഒരു പ്രൂഫ് തപ്പാനായിട്ട് ഞങ്ങൾ പറയുന്ന വിവാഹ സർട്ടിഫിക്കറ്റ് എല്ലാം ഇലക്ഷൻ എഴുതിയിട്ടുണ്ടെന്ന് അന്നേരം പറഞ്ഞ് എന്നാൽ പിന്നെ അതേ തന്നെ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് നിങ്ങളെ ഫയൽസ് കാര്യങ്ങളൊക്കെ തപ്പുന്നതാണ്. ആ തപ്പുന്ന കൂട്ടത്തിൽ നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ കുറേ നമ്മളെ കേരളോത്സവത്തിൻ്റെ എന്ത് കിട്ടി, നമ്മളെ പങ്കെടുത്തിട്ട് വിൻ ചെയ്തിട്ടുള്ള കാണിച്ചു കൊടുക്കേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ടാ. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ വിൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കേട്ടാ. എല്ലാ ഷോർട്ട് പുട്ട് എന്തൊക്കെയാ ഓരോന്നെന്ന് വെച്ചാ ഐറ്റംസ് വായിക്കാനും അറിയില്ലേ? ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഷോർട്ട് പുട്ട്. ജില്ലയിൽ മറ്റേ ഇവിടെ നിന്നും കിട്ടിയില്ലേ നമുക്ക്? അല്ല, ജില്ലയിൽ നിന്നല്ലല്ലോ, പഞ്ചായത്തിൽ നിന്നും. പിന്നെ പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ പോയില്ലേനാ? പഞ്ചായത്ത് വളയത്ത് നമ്മൾ അതിന്റെ സ്ഥലത്തിന്റെ പേര് മറന്നല്ലോ ഗൈസ്. ബ്ലോക്കിലും പോയി, പഞ്ചായത്ത് പിന്നെ ബ്ലോക്കിലും പോയി അല്ലേ. ഇതെല്ലാം ഷോർട്ട് പുട്ട്. ഇത് ജാവലിംഗ് ത്രോ. ഇത് കുടുംബശ്രീന്റെ എന്തോ നാടകത്തിന്. നാടകത്തിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ നാടകം കഴിഞ്ഞ പോലത്തെ അരങ്ങുന്ന നാടകത്തിന് ഫസ്റ്റ് വലിക്കാനും. പിന്നെ അരങ്ങെന്ന് പറയുന്ന കുടുംബശ്രീന്റെ കലോത്സവത്തിന് ഷോർട്ട് പുട്ട്.
ഇനിയുണ്ട് ഗായ്സ്, നല്ല മെഡലും ഉണ്ട് ഗായ്സ്. അടുത്ത അമ്പോ അത് വലിയ സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇത് ഇപ്പോഴല്ല അല്ലേ, ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള ഷോർട്ട് പുട്ടിൻ്റെതും അതുപോലെ ഡിസ്കസ് ത്രോൻ്റെതും പിന്നെ ജാവലിംഗ് ത്രോൻ്റെതും പിന്നെ 2018 അത് കാണിച്ച 17-18 സർട്ടിഫിക്കറ്റുകളാണ് ഗായ്സ്. ഒരു ഉപകാരവും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്. എന്താ ഉപകാരം ഇല്ലാണ്ട്? എന്ത് ഉപകാരം? ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഉപകാരമല്ലേ ഇത്, ഇങ്ങനെ മെമ്മറീസ് അല്ലല്ലോ, അല്ലാണ്ട് ഉപകാരം തന്നെ അതൊരു മെമ്മറീസ് അല്ലേ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു പോയി, അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം പറയാന്ന് വെച്ചാല് മറന്നുപോയില്ലേ, നേരത്തെ തെറ്റുവിന്റെ മറ്റേ എന്ത് സർട്ടിഫിക്കറ്റ് കാണിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഉണ്ടാക്കി താഴത്ത് വന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള ഭക്ഷണം കഴിക്കാന്നുള്ള പരിപാടിയിൽ നേരെ താഴത്ത് വന്ന് അപ്പോഴത്തേക്ക് അമ്മയെ വന്നിക്കാനെ. അപ്പൊ അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ ഭക്ഷണം ഇരുന്ന് കഴിച്ചു പോയിട്ടാ. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്നത്, അയ്യോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടല്ലോ. അപ്പൊ കേസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ സമയം 3 മണിയാവാനായേ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ധ്യാനൂസിനെ കൂട്ടാൻ പോകണം. പിന്നെ നമ്മളെ നാളത്തേക്കുള്ള ഷോർട്സ് വീഡിയോന്റെ പരിപാടി നോക്കണം. 2 ഷോർട്സ് വീഡിയോ ഡെയിലി നമ്മൾ ഇടുന്നില്ലേ, അപ്പോൾ 2 ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോ ഉണ്ടെങ്കിൽ അത് 2 എടുക്കണം. അപ്പോൾ വൈകുന്നേരം ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം, നാളെ ഇടണം. അങ്ങനെയുള്ള കുറേ പരിപാടികളാണ്. എനിക്കാവില്ല, ഞാൻ സംഭവമായിട്ട് മാറും. എന്താണ് അതിലിടയിൽ ജിത്തു കുളിക്കുകയും ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ ഷോർട്സ് വീഡിയോ എടുക്കേണ്ട പരിപാടി കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇല്ല കേട്ടോ, മെയിനായിട്ട് നമുക്കൊരു റിങ് ലൈറ്റ് വേണം. നമ്മളെ ലൈറ്റ് പൊട്ടിപ്പോയി, ഒരു റിങ് ലൈറ്റ് വേണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ പരിപാടി. ഇനി ധ്യാനൂസിനെ കൂട്ടാൻ പോകണം കേട്ടോ. നമ്മൾ മഴ പോയി വെയിൽ വന്ന് ചൂട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ കണ്ട നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ ഫുള്ള് വാടി കരിഞ്ഞു പോകും. രാവിലെ നനച്ച് വൈകുന്നേരം നമുക്ക് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി മൊത്തം വാടി കരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വേനലിൽ നമ്മൾ പായ കെട്ടി കേട്ടോ, ഈ ഗ്രീൻ നെറ്റ് കെട്ടിയതാ. അപ്പോൾ അന്നൊക്കെ ഇവിടെ ഫുള്ള് സെറ്റപ്പായി വളർന്നിരുന്നേ. അന്ന് ചെടി വളം കൊടുത്ത് നിൽക്കുന്ന സമയം. ഇനിയിപ്പോൾ മാറ്റി വന്ന് എല്ലാം റീപോർട്ട് ചെയ്യണം കംപ്ലീറ്റ്, എന്നാൽ മാത്രമേ വീണ്ടും തഴച്ച് വളരുള്ളൂ. എല്ലാം ഒരു കൊല്ലമായിട്ടുള്ളതുകൊണ്ട് എല്ലാം എന്തായി വാടി കരിഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ. അതുപോലെ ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ആർച്ച് പോലെയുള്ള സാധനം മൊത്തം കുളമായിപ്പോയി കേട്ടോ. അപ്പോൾ അത് എന്താക്കണം, ഒഴിവാക്കണം. ഇപ്പോൾ നമ്മളെ ഈ ചെടിയൊക്കെ എന്ത് ഭംഗിയുണ്ടെന്നറിയാം, ഇതൊക്കെ മൊത്തം കരിഞ്ഞ് തൊരിഞ്ഞു പോയി. എന്താ അപ്പോൾ ജിത്തു റീൽസ് എടുക്കാനുള്ള തയ്യാറെടുപ്പ് റെഡി ആയിരിക്കുന്നുണ്ട്. സുന്ദരിയായിട്ടുണ്ടല്ലോ. നമ്മ ഭാഗം പറഞ്ഞേ, വേഗം പോവാനായി. എങ്ങോട്ട് പോണെന്ന്? എനിക്ക് ക്ലാസ് പീറ്റിലേക്ക് പോകണം, ധ്യാനസിന്റെ ക്ലാസ് പീറ്റ് ചെയ്യാൻ. സ്കൂള് വിട്ട് വന്നല്ലേ ഇപ്പോ? സ്കൂള് വിട്ട് വന്നു ഗായ്സ്. അതെന്റെ കയ്യിൽ കച്ചാർ വാഴയുണ്ട്, അത് വെച്ച് ഞാൻ തലയിൽ തേച്ച് കുളിക്കാൻ പോവാണ്, തലയിൽ കഴുകാൻ പോവാണ് ഗായ്സ്. അത് കട്ടാർ വെച്ച് കഴുകിയാൽ എന്താ പറ്റുക? മുടി വളരും. ആരാ പറഞ്ഞത്? ഞാൻ വീഡിയോ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ സമര നമ്മൾ ധ്യാനൂസിനെ കൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ധ്യാനൂസിനെ കൂട്ടി വന്നപ്പോൾ ജിത്യക്ക് PTA മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവള് പോയി. ഇപ്പൊ ഞാനും ധ്യാനൂസും മാത്രമേ ഉള്ളൂ. അമ്മ വന്നിട്ട് ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് കോറോത്ത് ചന്ദ്രന്റെ സ്മാരകത്തിന്റെ വാർഷിക ആണ്. അപ്പോൾ എത്രാമത്തെ വാർഷിക എന്നുള്ള കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ കാര്യമുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ പറയാലോ. അപ്പോൾ നാളത്തെ കാണുന്നവരൊക്കെ എല്ലാവർക്കും